കൺകളിൽ കരങ്ങളിൽ കരുത്തുയർത്ത ചെങ്കൊടി സമരമായി സിരകളിൽ ജ്വലിച്ചുയർന്ന ദിക്കൊടി ജാതിയില്ല മതവുമില്ല മർത്യരൊറ്റ മനസ്സുമായി സമതതൻ നിറം പടർന്നു തണൽ വിടർത്തുമിക്കൊടി കൺകളിൽ കരങ്ങളിൽ സിരകളിൽ ജ്വലിച്ചുയർന്ന ദിക്കൊടി കൺകളിൽ കരങ്ങളിൽ സിരകളിൽ ജ്വലിച്ചുയർന്ന ദിക്കൊടി. നമസ്കാരം, ആസാദി വാർത്തയുടെ നൈറ്റ് എഡിഷന് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. വയനാട്ടിലെ ആളെക്കൊല്ലി കടുവ ചത്തു. ആന്തരിക അവയവങ്ങളിൽ നിന്നും കൊല്ലപ്പെട്ട രാധയുടെ ശരീര അവശിഷ്ടങ്ങളും കമ്മലും കണ്ടെത്തി. 50 മീറ്ററോളം പുലി പിറകെ വന്നു ഓടി രക്ഷപ്പെട്ടു. വയനാട്ടിൽ പുലിയുടെ ആക്രമണത്തിൽ യുവാവിന് പരിക്ക്. കണ്ണിനും മനസ്സിനും കുളിർമഴ തീർത്ത കണ്ണൂർ പുഷ്പോത്സവത്തിന് സമാപനം. വരാൻ പോകുന്നത് ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ കാലം. ഡോക്ടർ പി കുഞ്ഞികൃഷ്ണൻ. റേഷൻ കട ഉടമകളുടെ അനിശ്ചിതകാല സമരം പിൻവലിച്ചു. വിശദമായ വാർത്തകളിലേക്ക് പോകാം. വയനാട് പഞ്ചാരക്കൊല്ലിയിലെ കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തി. പിലാക്കാവ് ഭാഗത്താണ് കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. ഇന്ന് പുലർച്ചെ 2:30ഓടെയാണ് കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. ഓപ്പറേഷൻ സംഘത്തിന്റെ തെരച്ചിലിലാണ് കടുവയുടെ ജഡം കണ്ടെത്തിയത്. കടുവയുടെ ആരോഗ്യസ്ഥിതി മോശമായിരുന്നു. പ്രിയദർശിനി എസ്റ്റേറ്റിന് സമീപത്തെ വനമേഖലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പുലർച്ചെ 2:30ഓടെയാണ് കടുവയെ കണ്ടെത്തിയത്. കടുവയുടെ കഴിഞ്ഞ ദിവസത്തെ ഫോട്ടോയും കിട്ടിയ ജഡത്തിലെയും ഐഡന്റിഫിക്കേഷൻ മാർക്കുകൾ ഒത്തുനോക്കിയാണ് ചത്തത് ആളെക്കൊല്ലി കടുവ തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസം പഞ്ചാരക്കൊല്ലിയിൽ രാധ എന്ന ആദിവാസി സ്ത്രീയെ കൊന്ന അതേ കടുവയെയാണ് ചത്ത നിലയിൽ കണ്ടെത്തിയതെന്നും വനം വകുപ്പ് സ്ഥിരീകരിച്ചു. മാനന്തവാടി പഞ്ചാരക്കൊല്ലിയിൽ കഴിഞ്ഞ 24-നാണ് കടുവയുടെ ആക്രമണത്തിൽ ആദിവാസി സ്ത്രീ കൊല്ലപ്പെട്ടത്. കാപ്പി പറിക്കാൻ പോയ സമയത്താണ് വനം വകുപ്പ് താൽക്കാലിക വനം വാച്ചറായ അപ്പച്ചന്റെ ഭാര്യ രാധയെ കടുവ ആക്രമിച്ചത്. ചത്ത കടുവയുടെ ആന്തരിക അവയവങ്ങളിൽ നിന്നും കൊല്ലപ്പെട്ട രാധയുടെ ശരീര അവശിഷ്ടങ്ങളും കമ്മലും കണ്ടെത്തി. കടുവയുടെ കഴുത്തിൽ ഏറ്റുമുട്ടലിൽ സംഭവിച്ച 4 മുറിവുകൾ ഉണ്ടായിരുന്നു. ഈ മുറിവുകൾ കടുവയുടെ മരണത്തിന് കാരണമായി. കഴുത്തിലെ മുറിവാണ് കടുവയുടെ മരണകാരണം. ഈ ഏറ്റുമുട്ടൽ ഉണ്ടായത് ഇന്നലെയാണ്. ഉൾവനത്തിലെ മറ്റൊരു കടുവയുടെ ആക്രമണം തന്നെയാണ് ഉണ്ടായത്. കടുവ ചത്തത് രാവിലെ 4 മണിയോടെ ആയിരിക്കുമെന്നും കേരള ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് പ്രമോദ് ജി കൃഷ്ണൻ പറഞ്ഞു. പുലർച്ചെ 2:30ഓടെയാണ് കടുവയെ കണ്ടെത്തിയത്. കടുവയുടെ കഴിഞ്ഞ ദിവസത്തെ ഫോട്ടോയും കിട്ടിയ ജഡത്തിലെയും ഐഡന്റിഫിക്കേഷൻ മാർക്കുകൾ ഒത്തുനോക്കിയാണ് ചത്തത് ആളെക്കൊല്ലി കടുവ തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ചത്. 50 മീറ്ററോളം പുലി പിറകെ വന്നു ഓടി രക്ഷപ്പെട്ടു. വയനാട്ടിൽ പുലിയുടെ ആക്രമണത്തിൽ യുവാവിന് പരിക്ക്. വയനാട് മുട്ടിൽമലയിൽ പുലിയുടെ ആക്രമണത്തിൽ യുവാവിന് പരിക്കേറ്റു. മാനന്തവാടി കൊയിലേരി ചേലവയൽ സ്വദേശി വിനീതിനാണ് പരിക്കേറ്റത്. റാട്ടക്കൊല്ലി പറ്റാനി എസ്റ്റേറ്റിൽ വെച്ച് ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് സംഭവം. എസ്റ്റേറ്റിലെ വാച്ചറായി ജോലി ചെയ്യുന്ന ആളാണ് വിനീത്. ശബ്ദം കേട്ട് താഴോട്ട് ഇറങ്ങി നോക്കിയപ്പോഴാണ് പുലി ചാടി വീണത്. കാപ്പിക്കു മുകളിലേക്ക് വീണ പുലിയെ കൈകൊണ്ട് തട്ടിമാറ്റിയപ്പോഴാണ് പരിക്കുപറ്റിയത്. 50 മീറ്ററോളം പുലി പിറകെ വന്നെന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നെന്നും വിനീത് പറഞ്ഞു. ഇയാളെ നിസാര പരിക്കുകളോടെ കൈനാട്ടി സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നെറ്റ് സീറോ കാർബൺ ഇലക്ട്രിക് സ്കൂട്ടി വിതരണം ചെയ്തു. നെറ്റ് സീറോ കാർബൺ പദ്ധതിയുടെ ഭാഗമായി ഇലക്ട്രിക് സ്കൂട്ടി വിതരണം ചെയ്തു. 50% സബ്സിഡി നിരക്കിലാണ് സ്കൂട്ടി വിതരണം. APJ അബ്ദുൽ കലാം ലൈബ്രറി ഹാപ്പിനെസ് ഫൗണ്ടേഷന്റെ സഹകരണത്തോടെയാണ് സ്കൂട്ടി വിതരണം ചെയ്തത്. രജിസ്ട്രേഷനുള്ള വണ്ടിക്ക് പുറമെ ലൈസൻസും രജിസ്ട്രേഷനും ഇല്ലാത്ത വണ്ടിയും വിതരണം ചെയ്യുന്നുണ്ട്. APJ ലൈബ്രറിയിൽ നടന്ന ചടങ്ങിൽ വനമിത്ര പുരസ്കാര ജേതാവ് PV ദാസൻ വാഹന വിതരണോദ്ഘാടനം നിർവഹിച്ചു. APJ ലൈബ്രറി പ്രസിഡന്റ് K ജയരാജൻ അധ്യക്ഷനായി. സെക്രട്ടറി PK ബൈജു, KV തമ്പാൻ, ഓമന മോഹൻദാസ്, സജിത്ത് കൊട്ടേല എന്നിവർ സംസാരിച്ചു. കൂടാളി പഞ്ചായത്തിലെ വിദ്യാലയങ്ങൾ ഇനി ഹരിത വിദ്യാലയങ്ങൾ. മാലിന്യമുക്ത നവകേരള ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി കൂടാളി പഞ്ചായത്തിലെ 20 വിദ്യാലയങ്ങളും ഹരിത വിദ്യാലയങ്ങളായി പ്രഖ്യാപിച്ചു. വിദ്യാലയങ്ങളിൽ ശുചിത്വ പരിപാലനം നല്ല നിലയിൽ നടക്കുന്നതിന്റെയും മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ ശാസ്ത്രീയമായി സംവിധാനമൊരുക്കിയതിന്റെയും വിദ്യാലയങ്ങളിൽ പച്ചത്തുരുത്തുകൾ ഒരുക്കിക്കൊണ്ട് ഹരിതാപമാക്കുന്നതിന്റെയും ഭാഗമായിട്ടാണ് ഹരിത കേരള മിഷന്റെ സഹകരണത്തോടെ ഹരിത വിദ്യാലയ പ്രഖ്യാപനം നടത്തുന്നത്.
പരിസ്ഥിതി പരിപാലനത്തിന്റെ സംസ്കാരം സമൂഹത്തിന് പകർന്നു നൽകുന്നതിനായി ഹരിത പെരുമാറ്റച്ചട്ടം പാലിച്ചുകൊണ്ട് ശുചിത്വ മാലിന്യ സംസ്കരണം, ജലസുരക്ഷ, ഊർജ്ജ സംരക്ഷണം, ജൈവവൈവിധ്യ സംരക്ഷണം എന്നിവ കാര്യക്ഷമവും മാതൃകാപരവുമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന വിദ്യാലയങ്ങളെ പരിശോധനയിലൂടെ കണ്ടെത്തി ഗ്രേഡ് നൽകുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് പി.കെ. ഷൈമ ഹരിത വിദ്യാലയ പ്രഖ്യാപനവും സർട്ടിഫിക്കറ്റ് വിതരണവും നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് പി. പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. ഹരിത കേരള മിഷൻ ജില്ലാ റിസോഴ്സ് പേഴ്സൺ ജയപ്രകാശ് പന്തക്കൽ പദ്ധതി വിശദീകരണം നടത്തി. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി.സി. ശ്രീകല ടീച്ചർ, കെ. ദിവാകരൻ, കെ. ആശ ടീച്ചർ, സി.എൻ. പ്രീജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ത്യ സ്റ്റോറി നാടകയാത്ര ചൊവ്വാഴ്ച കോഴിക്കോട് ജില്ലയിൽ പ്രവേശിക്കും. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കലാജാഥ ഇന്ത്യ സ്റ്റോറി നാടകയാത്ര ചൊവ്വാഴ്ച കോഴിക്കോട് ജില്ലയിൽ പ്രവേശിക്കും. തിങ്കളാഴ്ച കണ്ണൂർ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. പെരളശ്ശേരിയിൽ നടന്ന സ്വീകരണ പരിപാടിയിൽ ജാഥ മാനേജർ പി. സുരേഷ് ബാബു, പെരളശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് എ. വി. ഷീബ, പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന സെക്രട്ടറി എം. കെ. മനോഹരൻ, കെ. കെ. സുഗതൻ, കെ. വി. ദിലീപ് കുമാർ, ബാലസുബ്രഹ്മണ്യൻ, കെ. കെ. സുനീതൻ, കെ. പി. സേതുമാധവൻ എന്നിവർ സംസാരിച്ചു. അംഗൻവാടികൾക്കുള്ള പുസ്തക വിതരണം കുരുന്നില ധന്യാറാം ഉദ്ഘാടനം ചെയ്തു. ജാഥയുടെ ഭാഗമായി പ്രചരിപ്പിച്ച 1,510,000 രൂപയുടെ പുസ്തകവില മേഖലാ സെക്രട്ടറി എ. പി. സജീന്ദ്രൻ സംസ്ഥാന കമ്മിറ്റി അംഗം പി. വി. പുരുഷോത്തമന് കൈമാറി. കൂത്തുപറമ്പ്, വടക്കേ പൊയിലൂർ എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം പിണറായിയിൽ സമാപിച്ചു. ചൊവ്വാഴ്ച രാവിലെ 9:30 തലശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജിലെ സ്വീകരണത്തിന് ശേഷം കോഴിക്കോട് ജില്ലയിൽ പ്രവേശിക്കും. വൈകിട്ട് 3:30 നാദാപുരം പെരുമുണ്ടച്ചേരിയിലും 6 പേരാമ്പ്ര ആവളയിലും സ്വീകരണം നൽകും. PTA ഭാരവാഹികൾക്ക് പരിശീലനം നൽകി. കൂടാളി പഞ്ചായത്ത് വിവിധ പദ്ധതികളുടെ ഭാഗമായി PTA ഭാരവാഹികൾക്ക് പരിശീലനം നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് പി.കെ. ഷൈമ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് പി. പത്മനാഭൻ അധ്യക്ഷനായി. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി.സി. ശ്രീകല സംസാരിച്ചു. വിദ്യാഭ്യാസ രംഗത്ത് സ്കൂൾ വീട് ബന്ധത്തിന്റെ പ്രസക്തി ഡോക്ടർ രമേശൻ കടൂർ, പഠന വളർച്ചയിൽ വായനയുടെ പങ്ക് കെ.ആർ. അശോകൻ, ശാസ്ത്രോത്സവം, ചരിത്രം, ലഹരിക്കെതിരെ ചെസ് തുടർ പ്രവർത്തനങ്ങൾ പി.കെ. ബൈജു, സൈക്കിൾ ഗ്രാമം പദ്ധതി കെ. വി. തമ്പാൻ, BRC പ്രവർത്തനങ്ങൾ സി.എൻ. പ്രീജിത്ത് എന്നിവർ അവതരിപ്പിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ. ദിവാകരൻ സ്വാഗതവും നിർവഹണ ഉദ്യോഗസ്ഥ കെ. ആശ നന്ദിയും പറഞ്ഞു. ഗവേഷണത്തിന്റെ വാതിൽ തുറന്ന് സ്ട്രീം ഹബ്ബുകൾ ജില്ലാതല ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. വൈജ്ഞാനിക രംഗത്ത് കുട്ടികൾക്ക് ഗവേഷണാഭിരുചിയും പുറംവാതിൽ പഠനവും സാധ്യമാകുന്നതിന് സമഗ്ര ശിക്ഷ കേരളം നടപ്പിലാക്കുന്ന സ്ട്രീം ഹബ്ബ് സ്കൂൾ കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം ചാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം കെ. വി. ബിജു അധ്യക്ഷനായി. ജില്ലയിൽ 15 BRCകളിലായി 15 സ്ട്രീം ഹബ്ബുകളാണ് ഒരുക്കിയിട്ടുള്ളത്. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ സഹായത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. BRC പരിധിയിലെ മറ്റു വിദ്യാലയങ്ങളിലെ കുട്ടികൾക്കും പരീക്ഷണ നിരീക്ഷണങ്ങളിൽ ഏർപ്പെടാൻ സ്ട്രീം ഹബ്ബ് പ്രയോജനപ്പെടുത്താം. വിവിധ വിഷയങ്ങളെ സമന്വയിപ്പിച്ച് പഠിക്കാൻ കഴിയുമെന്നതാണ് സവിശേഷത. സമഗ്ര ശിക്ഷ ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ EC വിനോദ് പദ്ധതി വിശദീകരിച്ചു. സമഗ്ര ശിക്ഷ ജില്ലാ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ രാജേഷ് കടന്നപ്പള്ളി, പ്രധാനാധ്യാപിക നൈന പുതിയ വളപ്പിൽ, BRC ട്രെയിനർ M. ഉനൈസ്, പ്രിൻസിപ്പൽ ഇൻചാർജ് TM ശ്രീഷ്ണി, PTA പ്രസിഡന്റ് N. പ്രമോദ്, മദർ PTA പ്രസിഡന്റ് സിന്ധു പ്രശാന്ത്, മുൻ PTA പ്രസിഡന്റ് MV നികേഷ് എന്നിവർ സംസാരിച്ചു. ഹാപ്പി എക്സാം ഓൺലൈൻ ഹെൽപ്പ് ഡെസ്കിന് തുടക്കമായി. TI മധുസൂദനൻ MLA പയ്യന്നൂർ മണ്ഡലത്തിൽ നടപ്പിലാക്കി വരുന്ന സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ സ്റ്റെപ്സിന്റെ നേതൃത്വത്തിൽ SSLC, +1, +2 പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതത് വിഷയങ്ങളുടെ സംശയ നിവാരണത്തിനും പരീക്ഷ സംബന്ധമായ മാനസിക സമ്മർദ്ദം പരിഹരിക്കുന്നതിനുള്ള കൗൺസിലിംഗിനുമായി ഹാപ്പി എക്സാം എന്ന പേരിൽ ഓൺലൈൻ ഹെൽപ്പ് ഡെസ്കിന് തുടക്കമായി. കരുവള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ കളക്ടർ അരുൺ കെ. വിജയൻ മണ്ഡലം തല ഉദ്ഘാടനം നിർവഹിച്ചു. TI മധുസൂദനൻ MLA അധ്യക്ഷനായി. CV രാജു മാസ്റ്റർ പദ്ധതി വിശദീകരിച്ചു. കരുവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു, വൈസ് പ്രസിഡന്റ് T. ഗോപാലൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ A. ഷീജ, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ C. ബാലകൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ PV കുഞ്ഞിക്കണ്ണൻ, പ്രഭാവതി, സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി കോർഡിനേറ്റർ UV സുഭാഷ്, സ്കൂൾ പ്രിൻസിപ്പൽ രഞ്ജിത്ത്, പ്രധാനാധ്യാപിക P. മൈനി, PTA പ്രസിഡന്റ് K. രമേശൻ, ഡയറ്റ് ഫാക്കൽറ്റി രാകേഷ് എന്നിവർ സംസാരിച്ചു. പുതിയ തെരുവിലെ ഗതാഗതക്കുരുക്ക് ആലോചന യോഗം ചേർന്നു. ദേശീയപാതയിൽ പുതിയ തെരു മേഖലയിലെ രൂക്ഷമായ ഗതാഗതക്കുരുക്ക് അഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് KV സുമേഷ് MLA നേതൃത്വത്തിൽ യോഗം ചേർന്നു. കണ്ണൂർ RTO ES ഉണ്ണികൃഷ്ണൻ പദ്ധതി രൂപരേഖ അവതരിപ്പിച്ചു.
ഗതാഗത പരിഷ്കരണത്തിനുള്ള നിർദ്ദേശങ്ങൾ യോഗത്തിൽ ചർച്ചയായി. ജനുവരി 28-ന് കലക്ടറേറ്റിൽ ചേരുന്ന ജില്ലാ ഗതാഗത കമ്മിറ്റി യോഗത്തിൽ ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം കൈക്കൊള്ളും. വിശദമായ പഠനങ്ങൾക്ക് ശേഷമാണ് പദ്ധതി രൂപരേഖ തയ്യാറാക്കിയത്. ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്ന മേഖലയായ പുതിയതെരുവിലെ പ്രശ്നം പഠിക്കുന്നതിന് വേണ്ടി ജില്ലാ ഭരണകൂടം RTOയെ നേരത്തെ തന്നെ ചുമതലപ്പെടുത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായി MLAയുടെ നേതൃത്വത്തിൽ പുതിയതെരു ടൗണിൽ RTO, പോലീസ് ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ പരിശോധന നടത്തിയിരുന്നു. ചിറക്കൽ പഞ്ചായത്ത് ഓഫീസിൽ നടന്ന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് P. ശ്രുതി, വൈസ് പ്രസിഡന്റ് P. അനിൽകുമാർ, ASP ട്രെയിനി B. കാർത്തിക്, വളപട്ടണം SHOT P. സുമേഷ്, ബസ് തൊഴിലാളി പ്രതിനിധികൾ, ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രതിനിധികൾ, ബസ് ഓണേഴ്സ് പ്രതിനിധികൾ, ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കലാസന്ധ്യ സംഘടിപ്പിച്ചു. CPM ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി കാക്കത്തോട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച കലാസന്ധ്യ സിനിമാ സീരിയൽ താരം ഗായത്രി വർഷ ഉദ്ഘാടനം ചെയ്തു. TK ഗോവിന്ദൻ മാസ്റ്റർ, PK ശ്യാമള ടീച്ചർ, K. സന്തോഷ്, KPV പ്രീത, R. അജിത എന്നിവർ സംസാരിച്ചു. T. ലത സ്വാഗതവും V. സതീദേവി അധ്യക്ഷത വഹിച്ചു. പരിപാടിയുടെ ഭാഗമായി ഏരിയയിലെ വിവിധ ലോക്കലുകളിലെ 1000-ലധികം വനിതകൾ അണിനിരന്ന മെഗാ തിരുവാതിര, മാർഗംകളി, ഒപ്പന എന്നിവ അവതരിപ്പിച്ചു. വരാൻ പോകുന്നത് ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ കാലം. ഡോക്ടർ P. കുഞ്ഞികൃഷ്ണൻ. നിർമ്മിത ബുദ്ധിയുടെ കാലത്ത് നിന്ന് ഇനി വരാൻ പോകുന്നത് ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻസിന്റെയും ക്വാണ്ടം കമ്പ്യൂട്ടിംഗിന്റെയും കാലമാണെന്ന് ISRO മുൻ ശാസ്ത്രജ്ഞൻ ഡോക്ടർ P. കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. അതിസുരക്ഷിതമായ ഡാറ്റകളാണ് ഇതിന്റെ ഏറ്റവും വലിയ ആകർഷണീയതയും പ്രാധാന്യവുമെന്നും അദ്ദേഹം പറഞ്ഞു. CPIM ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പ്രൊഫഷണൽ മീറ്റിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ വികസനത്തിന് അറിവിന്റെ വിനിയോഗം ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയണം. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിർമ്മിത ബുദ്ധി, കമ്മ്യൂണിക്കേഷൻ ഉൾപ്പെടെയുള്ള ക്വാണ്ടം മെക്കാനിക്സിനും പ്രാധാന്യം കിട്ടേണ്ടതുണ്ട്. ബഹിരാകാശ രംഗത്ത് പോലും സ്വകാര്യ മേഖല ഇടപെട്ട് തുടങ്ങിയിട്ടുണ്ട്. സ്വകാര്യ റോക്കറ്റുകൾ ബഹിരാകാശത്ത് എത്തുന്ന കാലത്ത് സ്വകാര്യ മേഖലയെ കൂടി ഫലപ്രദമായി വിനിയോഗിക്കാൻ കഴിയണം. അതിന് പ്രൊഫഷണലുകൾക്കും ഏറെ ചെയ്യാനുണ്ട്. പ്രളയവും മഹാമാരിയുമൊക്കെ വന്നപ്പോൾ പ്രൊഫഷണലുകളുടെ സാമൂഹിക പ്രതിബദ്ധത കേരളം കണ്ടറിഞ്ഞതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഫോൺ 97 46 60 45 28. പ്രൊഫഷണൽ മീറ്റ് സംഘടിപ്പിച്ച് ഇന്ത്യയിൽ മികച്ച സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം കേരളത്തിൽ. മന്ത്രി മുഹമ്മദ് റിയാസ്. തളിപ്പറമ്പ്. ഇന്ത്യയിൽ സംരംഭകർക്ക് ഏറ്റവും അനുയോജ്യമായ അന്തരീക്ഷമുള്ളത് കേരളത്തിലാണെന്നും മന്ത്രി മുഹമ്മദ് റിയാസ്. 8 വർഷം മുമ്പ് 300 സ്റ്റാർട്ടപ്പുകളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ 5900 സ്റ്റാർട്ടപ്പുകൾ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നു എന്നത് ഇതിന് തെളിവാണെന്നും മന്ത്രി പറഞ്ഞു. CPIM ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പ്രൊഫഷണൽ മീറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. നാടിന്റെ ഏറ്റവും വലിയ സമ്പത്ത് വിജ്ഞാന സമൂഹം. അതിൽ നിന്ന് വൈജ്ഞാനിക സമൂഹത്തിലേക്കുള്ള മാറ്റത്തിൽ പ്രൊഫഷണലുകൾക്ക് ഏറെ സംഭാവനകൾ നൽകാനുണ്ട്. ജനസേവന മേഖലയിൽ പ്രൊഫഷണലുകൾക്ക് ഏറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പ്രൊഫഷണൽ മേഖലയിൽ വലിയ രീതിയിൽ മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്നുണ്ട്. അതിനെ മറികടക്കാൻ സർക്കാർ മികച്ച തൊഴിലവസരങ്ങൾ ഒരുക്കുമെന്നും എല്ലാവിധ പ്രോത്സാഹനവും സർക്കാർ തലത്തിൽ ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. KCCPL ചെയർമാൻ TV രാജേഷ് അധ്യക്ഷനായി. ISRO മുൻ ശാസ്ത്രജ്ഞൻ ഡോക്ടർ P. കുഞ്ഞികൃഷ്ണൻ, CPIM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ എന്നിവർ സംസാരിച്ചു. HANVIV ചെയർമാൻ TK ഗോവിന്ദൻ, CPIM തളിപ്പറമ്പ് ഏരിയ സെക്രട്ടറി K. സന്തോഷ്, P. മുകുന്ദൻ, PK ശ്യാമള, CM കൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള പ്രൊഫഷണൽ നെറ്റ്വർക്ക് തളിപ്പറമ്പ് ഏരിയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് MK വേണുഗോപാലൻ സ്വാഗതവും ജില്ലാ സെക്രട്ടറി P. നിതിൻ നന്ദിയും പറഞ്ഞു. റേഷൻ കട ഉടമകളുടെ അനിശ്ചിതകാല സമരം പിൻവലിച്ചു. റേഷൻ കടയുടമകളുടെ അനിശ്ചിതകാല സമരം പിൻവലിച്ചു. വേതന പാക്കേജ് വിശദമായി പഠിച്ച ശേഷം പരിഗണിക്കാമെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ ഉറപ്പു നൽകി. കഴിഞ്ഞ മാസത്തെ ശമ്പളം നാളെ നൽകുമെന്ന് മന്ത്രി ഉറപ്പു നൽകി. മാസവേതനം 15-ാം തീയതിക്ക് മുമ്പ് നൽകും. മന്ത്രി GR അനിലുമായി നടത്തിയ ചർച്ചയിൽ ധാരണയിലെത്തിയതിനെ തുടർന്നാണ് സമരം പിൻവലിച്ചത്. റേഷൻ വ്യാപാരികളുടെ അനിശ്ചിതകാല സമരത്തോട് സഹകരിക്കാതെ സംസ്ഥാനത്ത് ഇന്ന് 200-ലധികം റേഷൻ കടകൾ തുറന്നു പ്രവർത്തിച്ചിരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ 20-ലധികം കടകൾ തുറന്നിട്ടുണ്ട്. സംസ്ഥാനത്ത് ആകെ 256 റേഷൻ കടകൾ തുറന്നു പ്രവർത്തിക്കുന്നത്. സമരം നടത്തുന്നത് ശരിയല്ലെന്ന് മന്ത്രിമാരായ GR അനിൽ, KN ബാലഗോപാൽ എന്നിവർ കഴിഞ്ഞ ദിവസം റേഷൻ വ്യാപാരികളോട് വ്യക്തമാക്കിയിരുന്നു. ചില കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ കൂടി പരിഗണിക്കേണ്ടവയാണെന്നും ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് തനിയെ ഇടപെടാൻ കഴിയില്ലെന്നും മന്ത്രിമാർ വ്യാപാരികളോട് പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. കണ്ണിനും മനസ്സിനും കുളിർമഴ തീർത്ത കണ്ണൂർ പുഷ്പോത്സവത്തിന് സമാപനം. കണ്ണിനും മനസ്സിനും കുളിർമഴ തീർത്ത കണ്ണൂർ പുഷ്പോത്സവത്തിന് സമാപനം. പോലീസ് മൈതാനിയിൽ നടന്ന സമാപന സമ്മേളനം രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു.
പുഷ്പോത്സവം കണ്ണൂരിന്റെ ജനകീയ ഉത്സവമായി മാറിയെന്ന് മന്ത്രി പറഞ്ഞു. ഓരോ വീട്ടുമുറ്റത്തും ഉദ്യാനങ്ങൾ നിർമ്മിക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് ശാസ്ത്രീയ അവബോധം നൽകാൻ പുഷ്പോത്സവത്തിനായി. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും പുഷ്പവുമായുള്ള ലോറികൾ എത്തിയില്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ പരിപാടികൾക്ക് പൂവുകൾ ഉണ്ടാകാത്ത അവസ്ഥയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഇറക്കുമതി ചെയ്ത പൂവുകൾക്ക് വർണ്ണം മാത്രമേയുള്ളൂ, സുഗന്ധവും സൗരഭ്യവുമില്ല. സുഗന്ധം നഷ്ടപ്പെട്ട പൂക്കൾക്ക് പകരം നിറവും മണവുമുള്ള പൂക്കൾ നാട്ടിലെങ്ങും വിരിയാൻ പുഷ്പോത്സവം ഒരു നിമിത്തമാകട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു. സൊസൈറ്റി പ്രസിഡന്റ് കൂടിയായ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ അധ്യക്ഷത വഹിച്ചു. സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് വിശിഷ്ടാതിഥിയായി. പുഷ്പോത്സവത്തിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച വിവിധ മത്സരങ്ങളിൽ വിജയിച്ചവർക്കുള്ള സമ്മാനങ്ങൾ മന്ത്രിയും ജില്ലാ കളക്ടറും പോലീസ് കമ്മീഷണറും ചേർന്ന് വിതരണം ചെയ്തു. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ പി വിനീഷ്, പുഷ്പോത്സവം സംഘാടക സമിതി ജനറൽ കൺവീനർ PV രത്നാകരൻ, സംഘാടക സമിതി ട്രഷറർ KM ബാലചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. 12 ദിവസങ്ങളിലായി 10,000ങ്ങളാണ് പുഷ്പഫല സസ്യ പ്രദർശനമേളയിലേക്ക് ഒഴുകിയെത്തിയത്. കേരളത്തിനകത്തും പുറത്തു നിന്നും മാത്രമല്ല, വിദേശങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്തതടക്കമുള്ള അപൂർവ ചെടികളുടെയും സസ്യങ്ങളുടെയും പൂക്കളുടെയും അപൂർവ ശേഖരമായിരുന്നു ഇത്തവണത്തെ സവിശേഷത. ചൈനയിൽ നിന്നുള്ള ഇരപിടിയൻ സസ്യം കാണികളെ ആകർഷിച്ചു. സ്കൂളുകളിൽ പാഠ്യപദ്ധതിയുടെ ഭാഗമായി പഠിക്കാനുള്ള ഇരപിടിയൻ ചെടിയെ നേരിൽ കാണാനും പരിചയപ്പെടാനും കഴിഞ്ഞത് വിദ്യാർത്ഥികൾക്ക് നവ്യാനുഭവമായി. 12,000 ചതുരശ്ര അടിയിൽ ഒരുക്കിയ ഡിസ്പ്ലേ ആയിരുന്നു ഇത്തവണത്തെ മുഖ്യ ആകർഷണം. കുമളിയിൽ നിന്നെത്തിയ വിദഗ്ധ തൊഴിലാളികളാണ് ഡിസ്പ്ലേ സജ്ജമാക്കിയത്. പല വർണ്ണങ്ങളിലുള്ള പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ബോഗൻവില്ലയുടെ കലവറ കൂടിയായി പ്രദർശന നഗരി. റോസ്, ഓർക്കിഡ്, ആന്തൂറിയം, പോയൻസെറ്റിയ, ജെറിബ്ര, പീസി ലില്ലി, മെറിഗോൾഡ്, ബേബിസിനിയ, കലാഞ്ചോ, പെറ്റോണിയ, സാൽവിയ പെൻഡാനസ്, സെലോഷ്യ, ഡെയ്സി തുടങ്ങി കണ്ണൂരിന് ചിരപരിചിതമല്ലാത്ത പൂക്കളുടെ കമനീയ ശേഖരമായി വിശാലമായ പ്രദർശനത്തോട്ടം. ഇതോടൊപ്പം 50ഓളം നഴ്സറി സ്റ്റാളുകളിൽ ചെടികളും ഔഷധ സസ്യങ്ങളും പച്ചക്കറി തൈകളും ഫലവൃക്ഷ തൈകളുമെല്ലാം വാങ്ങുന്നതിനും നല്ല തിരക്ക് അനുഭവപ്പെട്ടു. വീടുകളിൽ പൂന്തോട്ടത്തിലും പച്ചക്കറി തോട്ടത്തിലും പുതിയവ നട്ടുവളർത്തുന്നതിന് മേള കാണാൻ എത്തുന്നവരെല്ലാം തൈകൾ സ്വന്തമാക്കി. ആറളം ഫാം, ജില്ലാ കൃഷിത്തോട്ടം എന്നിവിടങ്ങളിലെ കവുങ്ങ്, തെങ്ങിൻ തൈകൾക്കും വൻ ഡിമാൻഡായിരുന്നു. എല്ലാ ദിവസവും കാർഷിക പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ സെമിനാറുകൾ, പാചക മത്സരം, കുട്ടികൾക്കുള്ള വിവിധ മത്സരങ്ങൾ, കലാപരിപാടികൾ എന്നിവയും അരങ്ങേറി. ജില്ലാ കളക്ടറും ബഹുമാനപ്പെട്ട കൃഷി മന്ത്രി പ്രസാദ് മിനിസ്റ്റർ വന്നിട്ടാണ് ഈ പ്രോഗ്രാമിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നടത്തിയത്. നമ്മുടെ കണ്ണൂർ പുഷ്പോത്സവത്തിൻ്റെ ആഘോഷ പരിപാടികൾക്ക് ഇന്ന് തിരശ്ശീല വിടുകയാണ്. ഈ ദിവസങ്ങളെല്ലാം തന്നെ ജനുവരി 16 മുതൽ ഇന്ന് വരെയുള്ള ദിവസങ്ങളിൽ കണ്ണൂരിന് കൗതുകം, സുഗന്ധം, സൗന്ദര്യം ഇതെല്ലാം വാരി വിതറി സന്ദർശകന്മാർക്കും അനുബന്ധമായി എത്തുന്നവർക്ക്, പ്രിയപ്പെട്ട മക്കൾ, കുട്ടികൾ എല്ലാവർക്കും ഒരുപോലെ ഹൃദയഭരിതമായ അനുഭവങ്ങളും അനുഭൂതികളും നൽകി പുഷ്പോത്സവം സംഘടിപ്പിച്ച സംഘാടകന്മാരെ ഞാൻ പ്രത്യേകമായി അഭിവാദിക്കുകയാണ്. പ്രത്യേകിച്ച് സംഘാടക സമിതി ചെയർമാൻ കൂടിയായ കളക്ടർ EIS-ന്റെ വിതരണ ഉദ്യോഗസ്ഥൻ ഇത്ര മനോഹരമായി മലയാളത്തിൽ പ്രഭാഷണം നടത്തുമെന്ന് ഞാൻ ഇന്നാണ് മനസ്സിലാക്കിയത്. പുഷ്പോത്സവം പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണവും ഒരു ഉത്സവ പ്രകാശം പകർത്തുന്ന നിലയിൽ അദ്ദേഹം ഇന്നത്തെ അസാധ്യ വാർത്തകൾ സമാപിച്ചു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.